പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു വിഭവം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ലേ. ഇതിലിപ്പോ മധുരം മാത്രല്ല, അതുകൊണ്ട് ഒരു മധുരക്കറി എന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് നല്ല മാങ്ങ വേണേ. ഇത് നല്ല നാടൻ മാങ്ങ, ആകെ 3 ഉള്ളൂ കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. തോല് ചെത്തി എടുത്തേക്ക് കേട്ടോ. പറിച്ചെടുക്കുമ്പോൾ അതിൽ കുറേ പോവേ. അപ്പൊ 2 പഴുത്തതും 1 പഴുക്കാത്തതുമാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. നല്ല പഴുത്തതാവുമ്പോഴാണ് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് ഞാൻ ഒരു കയ്യില് വെല്ലം ഉരുക്കി അരിച്ച് ഒരു കുപ്പിയിലാക്കി വെച്ചതാണേ. അത് ഒരു കയ്യിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മാങ്ങയ്ക്ക് ഇപ്പോൾ ഈ ഒരു കയ്യിൽ മതിയാവും. അത് ഒന്ന് ഒഴിച്ച ഉടനെ തന്നെ ഒന്ന് ഇളക്കണേ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചു പോവും. അപ്പോൾ ഇതേ കയ്യിലിന് തന്നെ ഒരു കയ്യിൽ നമുക്ക് വെള്ളവും കൂടി ചേർക്കാം കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാവാക്കി വെക്കാത്തവരായിരിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ ഒരു ആണിയായിട്ട് ഇട്ടാലും മതിയേ. മാങ്ങയ്ക്ക് അനുസരിച്ചിട്ടും മധുരത്തിനനുസരിച്ചിട്ടും ശർക്കരേന്റെ എണ്ണത്തിൽ മാറ്റം വരുത്തേ. മാങ്ങയ്ക്ക് മധുരം ഇല്ലേ, പിന്നെ എന്തിനാണ് വെല്ലവും കൂടി ഒഴിക്കുന്നതെന്നുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ അതിനിവിടെ പ്രസക്തി ഇല്ല കേട്ടോ. ഇത് അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഉപ്പ് ഒരു നുള്ളുപ്പൊന്നുമല്ല, നമ്മളുടെ 3 മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള അത്രയും ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം ഇളക്കിയിട്ട് വെക്കുക. ഇതൊന്നും നമ്മൾ അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ ആട്ടോ ചെയ്യേണ്ടത്. ഞാൻ ഇത്ര മുളക് എടുത്തിട്ടുണ്ടേ. ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ കാന്താരിയാണ് കേട്ടോ. ഭയങ്കര എരിവില്ല, എന്നാൽ എരിവുണ്ട്. അപ്പോ ഇത് പകുതി ആക്കിയിട്ട് കുറച്ചെണ്ണം നമുക്ക് ചതച്ചിട്ടും കുറച്ചെണ്ണം നമുക്ക് അതുപോലെ ഇടാം കേട്ടോ. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഈ കറീന്റെ ഒരു സ്വാദ് മനസ്സിലായി ഉണ്ടാവൂലേ. ഇത് കറിയല്ല, ഇത് എന്താന്ന് പറഞ്ഞുതരാൻ എനിക്കും അറിയില്ല കേട്ടോ. ചക്കര മാങ്ങാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോ ചക്കര മാങ്ങ എന്ന് പറയുമ്പോൾ മധുരമായിരിക്കും. ഭയങ്കര മധുരം എന്ന് വിചാരിക്കുക. അങ്ങനെ മധുരമുണ്ട്, ഉപ്പുണ്ട്, പിന്നെ മാങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിൽ ലേശം പുളിയും ഉണ്ടാവും, എരിവും ഉണ്ടാവും. അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ഇതിന്. ഈ മുളക് ഞാൻ ചതച്ചിട്ടാട്ടോ ഇടുന്നു. ഒന്ന് ചതക്കുന്നേ ഉള്ളൂ, നല്ലോണം അരയുന്ന പോലെ ഒന്നും ആവുന്നില്ല. ഒന്ന് പൊട്ടിച്ചിട്ടും ഇടാം. മറ്റേത് അങ്ങനെ തന്നെയാണ് കേട്ടോ. മൊത്തി കളഞ്ഞിട്ടിട്ടു, ഇത് മൊത്തിയോടെ ഇടുന്നുണ്ടേ. ഇതാണ് നമ്മൾ ആദ്യം ഇട്ടിട്ട് ഇതിനി വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതെല്ലാം ആയി കഴിയുമ്പോഴാട്ടോ ഇനി നമ്മൾ അതിന്റെ ബാക്കിയുള്ളതൊക്കെ ഇടാനുള്ളത്. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ തീയില് അടുപ്പത്ത് വെക്കാം കേട്ടോ. മാങ്ങ മുങ്ങി കിടക്കാനുള്ള അത്ര വെള്ളമൊന്നും ഒഴിക്കരുതേ, ഇത്ര വെള്ളം മതി. അപ്പോ എന്നിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അതായത് ഒരു വശേ വെന്തിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒഴിക്കുകയും ചെയ്യരുതേ. അപ്പൊ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മാങ്ങേനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെയാണ് നല്ലോണം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുക. വെള്ളമൊക്കെ നല്ലോണം ഉരുകും, മാങ്ങയിൽ നിന്ന് ലേശം വെള്ളം വരും, നമ്മൾ ഒഴിച്ച വെള്ളമുണ്ട്. അപ്പൊ മാങ്ങേനെ നമ്മളൊന്നിങ്ങനെ തിരിച്ചൊക്കെ ഇട്ട് റൗണ്ടൊക്കെ ആക്കുക. ഈ വെള്ളം നല്ലോണം വറ്റി വരണം കേട്ടോ. നമ്മൾ ചതച്ചിട്ട മുളകിൽ നിന്ന് ഉള്ള ഒരു മുളകിന്റെ ഒരു ചെറിയൊരു എരുമണം ഈ തുറക്കുമ്പോൾ വരുവേ. ഇതൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത് വെള്ളം ഇതിപ്പോ നല്ല വെള്ളം പോലെയല്ലേ ഉള്ളത്. ഈ വെള്ളം നല്ലോണം വറ്റാനുണ്ടേ. കുറച്ചു നേരം കൂടി ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. അടച്ചു വെക്കണേ. ഗ്യാസിന്റെ ഒരു പ്രശ്നമുണ്ട്, എന്നാലും ഇതൊക്കെ മൺചട്ടി പോലെയുള്ള നല്ല കട്ടിയുള്ള പാത്രത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാ നമ്മളെ വെള്ളം വറ്റി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുണ്ട് കേട്ടോ. ഇത് മതിയേ. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ചട്ടി നല്ല ചൂടായിരിക്കല്ലേ, അപ്പൊ പിന്നെയും വറ്റി പോകും കേട്ടോ. അത് ആ മാങ്ങയിൽ ഒരു ബ്ലാക്ക് കളർ കണ്ടത് ഒന്ന് പറ്റി പിടിച്ചു പോയതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ. ഞാൻ ഒരു പ്രാവശ്യം ഇളക്കാൻ മറന്നുപോയി, അതാണ് പറ്റിയത്. ഞാൻ ഇപ്പൊ ഒഴിച്ചത് 1 സ്പൂണ് നെയ്യാണേ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാട്ടോ ഉള്ളത്, പക്ഷെ ചട്ടീന്റെ ചൂട് കൊണ്ടാണ് ഇതിങ്ങനെ വീണ്ടും വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലോണം ഇളക്കണം. നമ്മളെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓപ്ഷണൽ ആണ്, പക്ഷെ ഇട്ടാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങയില്ലേ, തേങ്ങ ചിരവിയതാണ് ഇടേണ്ടത്. അതായത് അടിയിലേക്ക് ആവുമ്പോൾ ഉള്ളതല്ല, ആ മേലെയില്ലേ ചിരട്ട തട്ടാത്ത ഭാഗം,
ആ ഭാഗത്തുനിന്ന് ചെരുവിയ തേങ്ങയും കൂടി ലേശം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എന്തിന്റെ കൂടെ കഴിക്കണം എന്ന് അറിയില്ല എന്ന് പറഞ്ഞില്ലേ, ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ചൂടാറി കഴിയുമ്പോൾ താനേ നമ്മളെടുത്ത് കഴിച്ചു കൂട്ടോ. ഒന്നിന്റെയും കൂടെ കൂട്ടാനൊന്നും ഉണ്ടാവില്ല. ഇനി മധുരമുള്ളതൊക്കെ ചോറിന് കൂട്ടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ മുളകും ഇതൊക്കെ ഉടച്ചിട്ട് മാങ്ങയൊക്കെ നല്ലോണം കൈകൊണ്ട് തിരുമ്മി ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കുന്നവരും ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു സ്വാദ് ഇളം പുളി ഉണ്ടാവും, കുറച്ച് എരിവും ഉണ്ടാവും, ഉപ്പും ഉണ്ടാവും, നല്ല മധുരവും ഉണ്ടാവും. ഈ മുളകിന്റെ എരിവൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണേ. ഇത് കണ്ടില്ലേ, ആ തേങ്ങ ഏറ്റവും അവസാനം ഇട്ടാ മതിയേ. ഇപ്പൊ തന്നെ തേങ്ങയിലേക്ക് ആ വെല്ലത്തിന്റെ എല്ലാം പിടിച്ച് നല്ല ഉഷാറായിട്ടുണ്ടാവും കേട്ടോ. ആ തേങ്ങ തന്നെ തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആണേ. മാങ്ങ വെറുതെ കഴിക്കാൻ തന്നെ സ്വാദാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇങ്ങനെ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്കണേ. ഈ തേങ്ങയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. ആ മുളകൊക്കെ നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാൻ പറ്റും. അത്ര എരിവൊന്നും ഉണ്ടാവില്ല. ആ എരിവൊക്കെ ഇതിലേക്കൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവേ. കുറച്ച് നല്ലോണം ചൂടാറിയാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നല്ല വെല്ലത്തിന്റെ നല്ല ചൂടുണ്ടാവും കേട്ടോ ഇതിന്. ഈ മുളക് ഇപ്പൊ കഴിച്ചു നോക്കണം എന്ന് എനിക്കുണ്ടേ, തേങ്ങ കഴിച്ച പോലെ, പക്ഷെ ചൂടുണ്ട്. ഒന്ന് ഉണ്ടാക്കി നോക്കണേ.